السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. وأنزل بسم الله الرحمن الرحيم. وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഇപ്പോൾ വാന്തും താലമൂൻ എന്ന ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ വിരിപ്പാക്കി തന്നു, വസ്സമാ ബിനാൻ, ആകാശത്തെ നിങ്ങൾക്കൊരു കൂടാരം പോലെ കെട്ടിടമാക്കി തന്നു. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് എതിരാളികളെ ആക്കരുത്. എതിരാളിക്കാണ് ശരിക്കും നിദ് എന്ന് പറയാം. അവിടെ ഉദ്ദേശിക്കുന്നത് ബിംബങ്ങളെ ആക്കരുത് എന്നാണ്. എതിരാളികളാണ് എന്ന് അവർ ബിംബങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നില്ലെങ്കിലും അവർ ഇബാദത്തും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുക. അപ്പോൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് എതിരാളികളെ, തുല്യരായ ആളുകളെ ആക്കരുത്? വാന്തും താലമോ, നിങ്ങൾക്ക് ഇൽമുള്ളവരായിരിക്കെ. ഈ അലിമ യാലമു എന്ന് പറഞ്ഞാൽ ഒരു മഫൂൽ ഉണ്ടാവാറുണ്ടല്ലോ സാധാരണ. നിങ്ങൾക്കറിയാമല്ലോ, അതിന് മഫൂൽ എവിടെയെന്നാണ്? രണ്ട് രീതിയിലാണ്. മഫൂലിനെ സങ്കല്പിക്കാത്ത രീതിയിൽ നമുക്ക് അർത്ഥം വെക്കാം. വാന്തും താലമു, നിങ്ങൾ വിവരമുള്ളവരാണല്ലോ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരാണോ എന്നല്ല, അറിവും അഭിപ്രായ ഒക്കെ ഉള്ള ടീം പെട്ട ആൾ. എന്തറിയാമെന്നുള്ള ഉദ്ദേശമല്ല, നിങ്ങൾ ഇൽമിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ആളുകളില്ലേ, പിന്നെ എങ്ങനെയാണ് ചിന്തയും ആലോചനയും അറിവൊക്കെ ഉള്ള ആളുകളല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന് നിദ്ദുകളെ ആക്കുന്നത് എന്നൊരർത്ഥം. അതല്ലെങ്കിൽ, അതായത് നിങ്ങൾ അറിവും ചിന്തയൊക്കെ ഉണ്ടായതുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ കാണുന്ന ലോകത്തെ ആകാശഭൂമിയൊക്കെ സൃഷ്ടിച്ച ഒരാൾ വേണം, അവന് മാത്രമേ ആരാധിക്കാൻ പറ്റൂ, അവന് മറ്റുള്ള സൃഷ്ടികളെ പോലെയൊന്നും അല്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ താലമുന എന്നുള്ളൊരു മഫൂലുണ്ട്. അതെന്താ? ഫലാ തജഅലുലില്ലാഹി അൻദാദൻ, നിങ്ങൾ അള്ളാഹുവിന് എതിരാളികളെ ആക്കരുത്. വഅൻതും താലമൂൻ, നിങ്ങൾക്കറിയുമല്ലോ, എന്തറിയുമല്ലോ, ആ എതിരാളികളൊന്നും അള്ളാഹുവിനോട് തുല്യമാവൂല എന്ന്. അപ്പോൾ താലമൂനൻ്റെ മഫൂല് കളഞ്ഞതാണ്. അന്നഹാ ലാ തുമാസിലുഹു എന്ന്, അള്ളാഹു ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ആകാശം, ഭൂമി, അങ്ങനെ തുടങ്ങി ഒരുപാട് സൃഷ്ടിപ്പ് പറഞ്ഞില്ലേ, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അള്ളാഹു തആലാക്ക് ബിംബങ്ങളെ ആക്കുന്നത്? അതാണ് പറയുന്നത്. വഅൻതും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അള്ളാഹുവിന് ബിംബങ്ങളെ, ബഹുദൈവങ്ങളെ, തുല്യരെ ആക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ ഇൽമുള്ളവരായിരിക്കെ. ഹാലാണ്. വഅൻതും എന്ന വാവ് ഹാലിയാണ്. മിനൽ ലമീരി ഫലാ തജഅലൂ, ഫലാ തജഅലൂ എന്നതിൻ്റെ ലമീറിൽ നിന്ന് നിങ്ങൾ ആക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണല്ലോ, ആ നിലക്ക്. അപ്പോൾ പിന്നെ മഫൂലു തഅലമൂന മത്റൂഹുൻ, താലമൂൻ്റെ മഫൂല് ഉപേക്ഷിക്കപ്പെട്ടതാണ്, വേണ്ടാന്ന് വെച്ചു. അതായത് ഹാലിയാവും. എങ്ങനെ അർത്ഥം വെക്കുക? വഹാലുക്കും, നിങ്ങളുടെ അവസ്ഥ, അന്നക്കും മിൻ അഹ്ലിൽ ഇൽമി, നിങ്ങൾ വിവരമുള്ള വിഭാഗത്തിൽപ്പെട്ടവരും, വന്നൊരു ചിന്തയുള്ള ടീമിൽപ്പെട്ടവരും, വൈസാബത്ത് റയ്യ്, സത്യം കണ്ടെത്താനുള്ള യഥാർത്ഥം അറിയുന്ന വിഭാഗത്തിലും പെട്ട ആൾക്കാരാണല്ലോ, മറ്റും ജന്തുക്കളോ മൃഗങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ. അപ്പോൾ ഫലാ തഅമ്മൽത്തും അതിനാ താമരീൻ, നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൽത്തറ അഖ്ലുഹും, നിങ്ങളുടെ ബുദ്ധി നിർബന്ധിതമാകും, ഇലാ ഇസ്ബാത്തി മൂജിദില്ലിൽ മുംകിനാത്ത്, ഈ ലോകത്തെ സർവ്വ സൃഷ്ടികളെയും ഉണ്ടാക്കിയ ഒരാളെ സ്ഥാപിക്കുന്നതിനും, മുതഫർരിദിൻ ബി വുജൂബിദ്ദാത്ത്, ഉണ്ടാവൽ നിർബന്ധമായ ഒരു ഏകനായ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ബുദ്ധി നിർബന്ധിതമാകും. മുതആലിൻ അൻ മുശാബഹത്തിൽ മഖ്ലൂഖാത്തി, ലോകത്ത് ഒരു സൃഷ്ടികളോടും തുല്യമാകാത്ത ഏകനായ, ധാത്ത് കൊണ്ട് ഉണ്ടാവൽ നിർബന്ധമായ ലോകത്തേക്ക് സൃഷ്ടിച്ച ഒരാളെ സ്ഥിരപ്പെടുത്തൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ബദ്ധമായിത്തീരും. അപ്പം അങ്ങനെ മഫൂല് മത്റൂഹാണ് എന്ന് പറയുന്നത് കത്തിഫ് ഔ മൻബീൻ, അല്ലെങ്കിൽ മഫൂൽ ഉണ്ട്, കളഞ്ഞതാണ് സങ്കല്പിക്കണം. അപ്പം ഇങ്ങനെ വാൻതും, നിങ്ങൾക്കറിയുമല്ലോ, താലമൂന, നിങ്ങളറിയുമല്ലോ, അന്നഹാ ലാ തുമാസിലുഹു, ബിംബങ്ങളൊന്നും അള്ളാഹുവിനോട് തുല്യമാവുകയില്ല എന്നും, വലാ തഖ്ദിറു അലാ മിസ്ലി മാ യഫ്അലുഹു, അള്ളാഹു ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? അള്ളാഹ് പറഞ്ഞിരിക്കണല്ലോ വേറെ സ്ഥലത്ത്, ഹൽ മിൻ ശുറക്കായിക്കും
നിങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവങ്ങളിൽ ആരെങ്കിലുമുണ്ടോ മയ്യഫ് അലുമിൻസാരിക്കും ഈ പറയപ്പെട്ട കാര്യങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്, ഇടി, മിന്ന്, വെള്ളം, മനുഷ്യൻ, വർഗം, ജീവി, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നതുണ്ടോ എന്നുള്ള ചോദിച്ചില്ലേ. അപ്പം പിന്നെ വാലഹാദ ഈ തഫ്സീർ പ്രകാരം ഇവിടെ വാന്തം താലമൂൻ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? നിങ്ങൾക്കറിയാമല്ലോ അള്ളാഹുവിന് തുല്യമായ ആരുമില്ല, അള്ളാഹു ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഇല്ല എന്നറിയല്ലോ. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് ബഹുദൈവങ്ങളെ ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താ? അത്തൗബീഹു വത്തസിരീബ്. എന്താണ്? തൗബീഹും തസ്രീബുമാണ്, അവരെ ഭയപ്പെടുത്തലും ആക്ഷേപിക്കലുമാണ്. ലാ തഖീദുൽ ഹുക്മി വഖസ്റുഹു അലൈഹി, അല്ലാതെ ഹുക്കുമിനെ ഖൈദ് കൊടുക്കലോ അയാളുടെ മേലിൽ ഹുക്കുമിനെ ചുരുക്കലോ അല്ല. അതായത് നിങ്ങൾ അള്ളാഹുവിന് ബഹുദൈവങ്ങളെ ആക്കരുത്, വാന്ത് താലമുൻ വിവരമുള്ളവരായിരിക്കും ആക്കരുത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വിവരം ഇല്ലെങ്കിൽ ആക്കുക എന്നാണ് അർത്ഥം? അതല്ല, മറിച്ച് എന്താണ് ഉദ്ദേശം? അങ്ങനെ അറിവുള്ളവരായിരിക്കെ നിങ്ങൾ ആക്കരുത് എന്ന് ഹുക്കുമ് ഖസ്ർ അല്ല ഉദ്ദേശം, ഹുക്കുമിന് ഖൈദ് കൊടുക്കലും അല്ല ഉദ്ദേശം. മറിച്ച് ഈ ആയത്തെങ്ങനെ അർത്ഥം വെക്കാൻ പറ്റും, എങ്ങനെ അല്ലെങ്കിൽ ആക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉദ്ദേശം അവരെ ഭയപ്പെടുത്തലും. നിങ്ങൾക്കറിയുമല്ലോടോ, നിങ്ങൾ വിവരമുള്ള ആൾക്കാരാണല്ലോ, തുല്യാക്കാൻ പാടില്ല നിങ്ങൾക്ക് അറിയല്ലടോ, നിങ്ങളെ പണിയെടുക്കരുത് എന്ന് ഭയപ്പെടുത്തലാണ് ഉദ്ദേശം. കാരണം അപ്പോൾ ഇതിൻ്റെ വകുപ്പിൽ ഏതും പെട്ടു? വിവരം ഇല്ലെങ്കിലും ആക്കരുത് തന്നെയാണ്. വിവരം ഉള്ളതായിരിക്കും ആക്കരുത് എന്ന് പറയുമ്പോൾ വിവരമില്ലാത്തവർക്ക് ആക്കാമെന്നല്ല, മറിച്ച് നിങ്ങളൊക്കെ ചിന്തിക്കാനും മറ്റൊക്കെ ആലോചിക്കാനും കഴിവുള്ള ആളുകളാണല്ലോ എന്നർത്ഥം വെക്കുമ്പോൾ പിന്നെ വിവരമില്ലാത്തവനും കഴിവുണ്ടല്ലോ. അപ്പോൾ രണ്ട് കൂട്ടരോടുമുള്ള കൽപ്പനയാണത്, അല്ലാതെ വിവരമുള്ളവരോട് മാത്രമുള്ള കൽപ്പന അല്ല. ഫഇന്നൽ ആലിമും വിവരമുള്ളവനും വൽ ജാഹിലൽ മുതമക്കിനമിൽ അറിയാനുള്ള ശേഷിയുള്ള വിവരമില്ലാത്തവനും സവാവും ബിത്തക്കിലിഫി അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ തുല്യമാണല്ലോ. ഇനി നമ്മൾ ഈ ആയത്തിൻ്റെ മൊത്തം ഒരാശയം പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ച. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുമെന്ന പ്രതീക്ഷയിൽ, നിങ്ങൾക്ക് തഖ്വ മുത്തഖീങ്ങളാകുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിനെ ആരാധിക്കുക. അല്ലദീ ജഅല ലക്കുമുൽ അർള, ഭൂമിയെ നിങ്ങൾക്ക് ഫിറാശാക്കി തരികയും ആകാശത്തെ നിങ്ങൾക്ക് കെട്ടിടമാക്കുകയും ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് ബഹുദൈവാരാധകരായ ആളുകളെ ആക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ ബുദ്ധിയും തൻ്റെ ഇടക്കുള്ള ആളുകളായിരിക്കെ എന്ന്. അപ്പോൾ ഈ മൊത്തം മൂപ്പരും ഇതിൻ്റെ വിശദീകരണം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഈ രണ്ട് ആയത്തിൻ്റെ മദ്മൂനൽ ആയത്തിൻ്റെ ആശയം ഹുവൽ അംറു ബിഇബാദത്തില്ല, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കലാണ്. വന്നഹിയു അനിൽ ഇസ്റാക്ക് ബിഹി, അള്ളാഹുവിനോട് പങ്കുവെക്കുന്നതിനെ വിലക്കലുമാണ്. പിന്നെയോ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, പങ്കുവെക്കരുത്. പിന്നെ വൽ ഇശാറത്ത് ഇലാ മാ ഹുവൽ ഇല്ലത്തു വൽ മുഖ്തദി, ഈ ഇബാദത്ത് എടുക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ്, അതിൻ്റെ പ്രേരകം എന്താണ്, ശിർക്ക് വെക്കാൻ പാടില്ല എന്നതിൻ്റെ കാരണം എന്താണ് എന്ന് വിശദീകരിക്കലുമാണ് ആയത്തിൻ്റെ ഉദ്ദേശം. വെറുതെ പറഞ്ഞാൽ പോരല്ലോ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, ശിർക്ക് വെക്കരുത്, അതിൻ്റെ കാരണം പറയണ്ടേ. അതെങ്ങനെ? ബയാനുഹു, അത് വിശദീകരിക്കാം. അന്നഹു റത്തബൽ അംറബൽ ഇബാദത്തി, ഇബാദത്തുകൊണ്ടുള്ള കൽപ്പനയെ അള്ളാഹു തആല പറഞ്ഞത് അലാ സിഫത്ത് റുബൂബിയ്യത്ത് എന്ന സിഫത്തിനെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ പോറ്റി വളർത്തുന്ന റബ്ബിനെ ആരാധിക്കുക എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? ഇശ്ആറൻ, അറിയിക്കാൻ, ബിഅന്നഹൽ ഇല്ലത്തു ലിവുജൂബിഹ, ഇബാദത്തെടുക്കൽ നിർബന്ധമാണ് എന്നതിനുള്ള കാരണം അവൻ നിങ്ങളെ റബ്ബായി എന്നതാണ്. റബ്ബിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബായതുകൊണ്ട് ആരാധിക്കുക എന്ന്. അപ്പോൾ ഇബാദത്തെടുക്കൽ നിർബന്ധമാണ്. കാരണം എന്താ? അതിന് മറുപടി അവിടെ ഉണ്ട്, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു എന്നുള്ളത്. സുമ്മ ബയ്യന, അപ്പോൾ നിങ്ങളെ റബ്ബാണ് എന്നെങ്ങനെ ഇപ്പം വാദിച്ചാൽ പോരല്ലോ. അള്ളാഹ് പറയുകയാണ് നിങ്ങളെ റബ്ബിനെ ആരാധിക്കണം, നിങ്ങളെ പോറ്റി പരിപാലിക്കുന്ന അള്ളാഹുവിനെ. അതൊരു വാദമാണ്. അതിന് ഓന് നമ്മളെ റബ്ബാണോ എന്ന് ചോദ്യം. ആണ്. സുമ്മ ബയ്യന റുബൂബിയ്യത്ത്, അള്ളാഹു റബ്ബാണ് എന്നുള്ള വിശദീകരിക്കുകയാണ്. ബിഅന്നഹു ഖാലിഖ്, അള്ളാഹ് അവനെ സൃഷ്ടിച്ച്, എന്നാൽ വേറെ ആൾക്കാരെ കൊണ്ടുവരില്ല സൃഷ്ടിച്ച ആളെ. വ ഖാലിഖ് ഉസൂലിഹിം,
അവരെ വാപ്പാരെയും വല്യാപ്പാരെയും പരമ്പരകളെ സൃഷ്ടിച്ച അള്ളാഹു ആണല്ലോ. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. ഈ ബിംബങ്ങളെ ഈ ഇബാദത്തെടുക്കുന്ന ബിംബങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നിങ്ങളെയോ നിങ്ങളെ പിതാക്കന്മാരെയോ സൃഷ്ടിച്ചായിട്ട് കൊണ്ടുവരട്ടെ? അല്ല. അപ്പോൾ നിങ്ങളെ റബ്ബാണ്, അവനിന്ന് സ്ഥിരപ്പെട്ടു. അള്ളാഹ് റബ്ബാണ് എന്നുള്ളതിന് എന്താ വിശദീകരണം? അവരെ സൃഷ്ടിച്ചു, അവരെ പിതാക്കളെയും മാതാക്കളെയും സൃഷ്ടിച്ചു. വമാ യഹ്താജൂന ഇലൈഹി ഫീ മആശിഹിം. അവരെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമാകുന്നത് എന്തോ അതൊക്കെ സൃഷ്ടിച്ചില്ലേ എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാ വഅൻസല മിനസ് സമാഇ മാഅൻ. ഭൂമിയെ ഫിറാശാക്കി, ഭൂമിയിലേക്ക് വെള്ളമിറക്കി, എന്നിട്ട് വഅഖ്റജ ലക്കും അല്ലദീ ജഅല ലക്കുമുൽ ഫിറാശൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി വഅൻതും തഅലമൂൻ. അതിന് മുമ്പ് അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഇതാണ് അള്ളാഹിൻ്റെ തർബിയത്ത്. അള്ളാഹു റബ്ബാണെന്നുള്ളതിന് തെളിവ് എന്താണ്? അള്ളാഹ് സൃഷ്ടിച്ചു, അവരെ വാപ്പാരും വല്യാപ്പാരൊക്കെ സൃഷ്ടിച്ചു. നൂറ്റാണ്ടുകൾ മുമ്പുള്ള വമാ യഹ്താജൂന ഇലൈഹി ഫീ മആശി. ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ജീവിക്കാൻ, അതൊക്കെ. അതെന്താ? മിനൽ മുഖില്ലത്തി വൽ മുദില്ല. ഭൂമിയും ആകാശവും. മുഖില്ലത്ത് എന്ന് പറഞ്ഞാൽ അവരെ ചുമക്കുന്നത്, വൽ മുദില്ലത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് നേരിട്ട് കൊടുക്കുന്നത്. ഭൂമി അവരെ വഹിക്കുന്നു, ആകാശം അവർക്ക് മേലാപ്പ് പോലെ തണലിട്ട് കൊടുക്കുന്നു. അതിനു കൂടി പറയുന്ന ഒരു ഭാഷയാണ് മുഖില്ലത്തും മുദില്ലത്തും. മിദല്ലത്ത് എന്ന് പറയാറില്ലേ നമ്മൾ, കൊടക്ക്. വൽ മതാഇമി വൽ മലാബിസ്. പിന്നെ ഭക്ഷണവും വസ്ത്രവും. കാരണം വഅൻസല മിനസ് സമാഇ മാഅൻ വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അള്ളാഹു നിങ്ങൾക്ക് റിസ്ക്കായിട്ട് സമറാത്തുകളെ പുറപ്പെടുവിച്ചു. അപ്പോൾ അതിൽ ഭക്ഷണമല്ലേ പെടുള്ളൂ? അല്ല. സമറാത്ത് എന്ന് പറഞ്ഞാൽ ഫൈന സമറത്ത് ആമു മിനൽ മൗതുഉമി വൽ മൽബൂസ്. ഭക്ഷണത്തിനും പറയും, വസ്ത്രത്തിനും പറയും സമറത്ത്. റിസ്ക് എന്ന് പറഞ്ഞാൽ ആമു മിനൽ മൗക്കൂലി വൽ മഷ്റൂബി. ഭക്ഷണത്തിനും വെള്ളത്തിനും കൂടി പറയുന്നതാണ് ഈ റിസ്ക്. അതേസമയത്ത് സമറത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും രണ്ടും പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഭക്ഷണം മാത്രമല്ലല്ലോ, നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പുല്ലും മരങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളെ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്, ഇലകളും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ തന്ന് കിടക്കാൻ പായ് തന്നു, ചൂടാൻ വെയിലും മേൽക്കാൻ ആകാശം തന്നു, പിന്നെ ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, താമസം തന്നു, എല്ലാം തന്നു. അപ്പോൾ റബ്ബല്ലേ, അപ്പോൾ അവനല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്, അതുകൊണ്ട് ആരാധിക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരികയാണ്, വിശദീകരിക്കുകയാണ്. സുമ്മലമ്മാക്കാനത്ത് ഹാദിഹി. ഇതൊക്കെ ഉമൂറല്ല യഖ്ദിറു അലൈഹി അഹദുൻ ഗൈറുഹു. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും സാധിക്കാത്ത കാര്യങ്ങളായപ്പോൾ ഇതൊക്കെ ഷാഹിദത്തൻ അലാ വഹദാനിയത്തിഹി. ഇതൊക്കെ അള്ളാഹു ഏകനാണ് എന്നതിനുള്ള സാക്ഷ്യമായപ്പോൾ റത്തബ അലൈഹൻ നഹിയ. അപ്പോൾ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അള്ളാഹു ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ റത്തബ അലൈഹൻ നഹിയ അനിൽ ഇശ്റാക്കി ബിഹി. അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യാത്ത ആളുകളെ അള്ളാഹുവിനോട് ആരാധനയിൽ പങ്കുചേർക്കേണ്ടതെന്ന് ലാസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു. ഫലാത്ത് ചാരുല്ലാഹി അന്താദ. അവിടെ ഇത് പറയാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? റബ്ബാണ്. എന്തുകൊണ്ട് റബ്ബാണ്? ഖാലിഖാണ്. നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ചു, ആകാശം, വെള്ളം, വസ്ത്രം, ഒക്കെ തന്നു. അപ്പം ഇത് കേൾക്കുന്ന അടിമകൾ എന്ത് ചെയ്യട്ടെ? ആരാധന കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കട്ടെ. എന്നാൽ ഇതാരെങ്കിലും വേറെ ആൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, വേറെ ആരും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ പറയാൻ പറ്റി ലാസ്റ്റ് ഫലാത്ത് ജാറുല്ലാഹി അന്താദ. അപ്പം പിന്നെ അള്ളാഹ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ബഹുദൈവങ്ങളെ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വലഅല്ലഹു സുബ്ഹാനഹു വതആല മിനൽ ആയത്തിൽ അഖീറത്തി മാ ദല്ല അലൈഹി അല്ലാഹു വസീഖ ഫീഹിൽ കലാമു അൽ ഇശാറത്ത് ഇലാ തഫ്സീരി ഖൽഖിൽ ഇൻസാനി വമാ അഫാദ അലൈഹി മിനൽ മആനി വസ്സിഫാത്തി അലാ തരീഖത്തി തംസീൽ. ഇനി ഇതിന് പുറമെ ഇതിന് മറ്റൊരു വായനയുണ്ട് ഈ ആയത്തിന്. അല്ലാഹു തആല ഈ അവസാനം പറഞ്ഞ ആയത്തിൽ നിന്ന് ഉദ്ദേശിച്ചിരിക്കാം ഏത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും എന്ന ഈ രണ്ടാമത്തെ ആയത്തിൽ ഒരാന്തരികമായ അർത്ഥവും കൂടെ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണത്? മുഹമ്മദ് അലൈഹില്ലാഹിറു ഇപ്പം ഇവിടുത്തെ ബാഹ്യാർത്ഥം അറിയിച്ചതിന് പുറമെ വസീഖ ഫീഹിൽ കലാമു, ഈ സംസാരത്തെ
എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ ഈ ആയത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതിനൊക്കെ പുറമെ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം അൽ-ഇഷാറ, ഒരു സൂചന. ഏത് സൂചന? ഇലാ തഫ്സീലി ഖൽഖിൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിശദാംശങ്ങളിലേക്കുള്ള സൂചന. ഈ ആയത്തിൽ ഒരു ഉദാഹരണം എന്ന രീതിയിൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു സൂചന കൂടി അള്ളാഹു ഈ ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പും വമാഫാദ അലൈഹി മിനൽ മആനി വസ്സിഫാത്ത്, മനുഷ്യന് അള്ളാഹു തആല ഔദാര്യമായി നൽകിയ കഴിവുകളും ഗുണങ്ങളും. മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ലല്ലോ, അവന് ഒരുപാട് കഴിവുകൾ, മായനകൾ നൽകിയിട്ടുണ്ട്. ബുദ്ധി, ആലോചന, ചിന്ത, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. അതിലേക്കുള്ള ഒരു സൂചനയും കൂടെ ഈ രണ്ടാമത്തെ ആയത്തിലുണ്ട്. അതെങ്ങനെ? നേരല്ല, അലാ ത്വരീഖി തംസീൽ, ഒരു ഉപമ എന്ന രീതിയിൽ. അതായത് ഫമസ്സലൽ ബദന ബിൽ അർളി, മനുഷ്യ ശരീരത്തെ ഭൂമിയോട് തുല്യപ്പെടുത്തി. അല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, അല്ലദീ ജഅല ലക്കുമുൽ അർള അല്ലദീ, എന്താണ് ആയത്ത്? അല്ലദീ ഖലഖൽ അർള ഫിറാശൻ, ഭൂമി ഒരു ഫിറാശാക്കി വെച്ചു. ഈ ഭൂമി ഏതുപോലെയാണ്? മനുഷ്യ ശരീരം പോലെയാണ്. വൻ നഫ്സ, ഈ മനുഷ്യ ശരീരത്തിലുള്ള ആത്മാവ് വിസ്സമായ ആകാശം പോലെയാണ്. ശരീരം ഭൂമി, ആത്മാവ് ആകാശം. ആത്മാവ് എപ്പോഴും ഉയർന്നാണല്ലോ നിൽക്കുക, ശരീരം താഴെയാണല്ലോ. ഈ ശരീരമാണല്ലോ ഈ ആത്മാവിനെ താങ്ങി നിൽക്കുന്നത്. ശരീരമാണല്ലോ ആത്മാവിനെ താങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആത്മാവാണല്ലോ ശരി, രണ്ടും പറയാം. നോക്കുക, നഫ്സിനെ വൽ അഖ്ല, ഈ മനുഷ്യൻ്റെ ബുദ്ധി എബിൽമായി വെള്ളത്തോട്, വെള്ളത്തെ ഇറക്കി എന്ന് പറയുന്നുണ്ടല്ലോ, ബുദ്ധി വെള്ളം പോലെയാണ്. വമാ അഫാദ അലൈഹി മിനൽ ഫളായിലിൽ അമലിയ വന്നദിരിയ അൽ മുഹസ്സിലത്തി ബിവസാത്തത്തി ഇസ്തിമാലിൽ അഖ്ലിൽ ഹവാസ് വസ്തിവാജിൽ ഖുവ നഫ്സാനിയത്തി, അതുപോലെ അല്ലാഹു തആല അവന് ഔദാര്യമായി നൽകിയ മിനൽ ഫളായിലിൽ അമലിയ, ഒരുപാട് മുന്തിയ കർമ്മങ്ങളും, വന്നദിരിയ ചിന്താപരമായ മികവുകളെയും, അൽ മുഹസ്സിലത്തി ബിവസാത്തത്തി ഇസ്തിമാലിൽ അഖ്ലി ലിൽ ഹവാസി, ബുദ്ധി അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക വഴി, ബുദ്ധി ആണല്ലോ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത്, കൈ, കാല്, തൊട്ടറിവ്, കേട്ടറിവ്, കണ്ടറിവ്, മണത്തറിവ്, ഇതിനൊക്കെ ഉപയോഗിക്കുക വഴി മനുഷ്യൻ ഉണ്ടാക്കി തീർക്കുന്ന കർമ്മപരമായ മികവുകളും ചിന്താപരമായ മികവുകളെയും. അതെങ്ങനെയാണ്? വസ്ദിവാജിൽ ഖുവ നഫ്സാനിയത്തി വൽ ബദനിയ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശാരീരികമായ കഴിവുകളെ, അതുപോലെ മാനസികമായ ആത്മീയമായ കഴിവുകളെയും ശാരീരികമായ കഴിവുകളെയും കൂട്ടിക്കലർത്തുക വഴിയും. ആത്മാവിന് കുറേ കഴിവുണ്ട്, ശരീരത്തിന് കുറേ കഴിവുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നിട്ട് ഉണ്ടായിത്തീരുന്ന മനുഷ്യന് ഒരുപാട് ശ്രേഷ്ഠതകളും മറ്റൊക്കെ ഉണ്ട്. മനുഷ്യനായിത്തീരുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ ബുദ്ധി കൂടണം, ആത്മാവ് കൂടണം, പഞ്ചേന്ദ്രിയങ്ങൾ കൂടണം. ഇതെല്ലാം കൂടെ ഒരുപോലെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ മനുഷ്യൻ നല്ലൊരു ചിന്തയുള്ള വലിയൊരാളായിത്തീരും, നല്ല കർമ്മമുള്ള ഒരാളായിത്തീരും. ഈ അവസ്ഥയെ, ഈ കർമ്മ മഹത്വത്തെയും ചിന്താ മികവിനെയും തുല്യപ്പെടുത്തി എന്തിനോട്? ബിസ്സമറാത്തി, ഈ പഴങ്ങളോട്. പഴങ്ങൾ അങ്ങനെയാണ്, വെള്ളവും ഭൂമിയും കൂടിക്കലരും എല്ലാം കൂടെയുള്ള. അൽ മുത്തവല്ലിദത്തു മിൻ ഇസ്തിവാദിൽ ഖുവ സമാവിയ്യത്തിൽ ഫാഇലിയ്യത്തി വൽ അർദിയ്യത്തിൽ മുൻഫഇലത്തി ബി ഖുദ്റത്തിൽ ഫാഇലിൽ മുഖ്താർ. ഈ പഴങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്? മനുഷ്യന് കഴിവുകളും ശേഷികളും അവന് വലിയ കർമ്മമുള്ള ആളുകളൊക്കെ ആയി തീരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടിയിട്ടാണ് ഉണ്ടാകുന്നത്. എന്നതുപോലെ തന്നെയാണ് പഴങ്ങൾ ഉണ്ടാകുന്നത്. മിൻ ഇസ്തിവാജിൽ ഖുവ സമാവിയ, ആകാശത്തെ കഴിവുകൾ, അൽ ഫായിലിയ, ഫായിലിയായ ആകാശത്തിൽ നിന്നുണ്ടാകുന്ന കഴിവുകളുണ്ടല്ലോ, മഴ, മേഘം, അത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. വൽ അർദിയ്യത്തിൽ മുൻഫൈല, ആ പ്രവൃത്തി സ്വീകരിക്കുന്ന ഭൂമി, ഈ ഭൂമിയും ആകാശത്തിൻ്റെ പ്രവൃത്തി രണ്ടും കൂടി ഉണ്ടാകുന്നു. പക്ഷേ അത് ബി ഖുദ്റത്തിൽ ഫായിലിൽ മുഖ്താർ, സ്വതന്ത്രനായ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കഴിവോട് കൂടിയാണ് ഉണ്ടാകുന്നത്. ആ കഴിവുകളൊക്കെ കൂടി ചേർന്നിട്ടുണ്ടായിത്തീരുന്ന പഴങ്ങളോട് തുല്യപ്പെടുത്തി. ശരീരത്തിൻ്റെയും ആത്മാവും കൂടിക്കലർന്നുണ്ടാകുന്ന മനുഷ്യൻ്റെ ആ കഴിവുകളെ ആകാശവും ഭൂമിയും കൂടിക്കലർന്നുണ്ടാകുന്ന പഴത്തോട് തുല്യപ്പെടുത്തി. ഇന്നലിക്കുല്യ, അപ്പം അങ്ങനെ എന്താ തഫ്സീർ വെച്ചൂടെ? ഈ കാണുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ മനുഷ്യ ശരീരത്തിലുണ്ട്. മനുഷ്യൻ ആലോചിച്ചൂടെ? ഇങ്ങനെയൊക്കെ സംവിധാനിച്ചാൽ അള്ളാഹ്ക്കല്ലേ ആരാധിക്കാൻ പറ്റുള്ളൂ.
ആകാശഭൂമി മാത്രം എടുക്കണ്ട, മനുഷ്യൻ്റെ ശരീരം, ആത്മാവും ശരീരവും കൂടിക്കലർന്നുണ്ടാകുന്ന മനുഷ്യൻ്റെ കഴിവുകൾ, ഫലങ്ങൾ, ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ? അപ്പോൾ അവൻ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. ഇതുപോലെ ആർക്കും ചെയ്യാൻ പറ്റൂലല്ലോ. ആത്മാവിനെ ഇറക്കാനും ശരീരത്തിന് ഇറക്കാനും പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയും ശേഷിയും കാര്യങ്ങളും ഇതൊന്നും ഉണ്ടാക്കിയത് ബിംബങ്ങളല്ലല്ലോ, ഇതൊന്നും അവകാശപ്പെടുന്നില്ലല്ലോ ബിംബങ്ങൾ. അപ്പോൾ പിന്നെ അള്ളാഹ്ക്ക് നിങ്ങൾ ആരാധിക്കണം, അതിനോട് നിങ്ങൾ പങ്കുവെക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അർത്ഥം വെക്കാൻ പറ്റുമോ ആയത്തിന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഫൈനലിക്കുല്ലി ആയത്തിന് ലഹറമ ബത്തിനൻ. ഓരോ ആയത്തിനും ഒരകമർത്ഥമുണ്ട്, ഒരു പുറമർത്ഥവുമുണ്ട് ഖുർആനിൽ. വലിക്കുല്ലി ഹദ്ദിൻ മത്ലഅൻ, ഏത് ഒരു അസ്തമയത്തിനും ഒരു ഉദയമുണ്ട് എന്ന്, ഒരു പരിധിക്കും ഒരു വെളിപ്പെടുന്ന സ്ഥലമുണ്ട് എന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഒരറ്റത്തിനൊരു തുടക്കം ഉണ്ടാവില്ലേ, അതാണ്. ഒരേ ലാസ്റ്റ് ഉണ്ടെങ്കിൽ തുടക്കം ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ, അതൊരു അറബി ചൊല്ലാണ്. ലിക്കുല്ലി ആയത്തിൻ ലഹറൻ വബത്തിനും വലിക്കുല്ലി ഹദ്ദിൻ മത്ലഅൻ എന്ന്. മുത്തലാ എന്ന് പറഞ്ഞാൽ എത്തി നോക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം കേട്ടോ. ഒരു ഹദ്ദുണ്ടെങ്കിൽ അവിടെ എത്തി നോക്കുന്നൊരു സ്ഥലം ഉണ്ട്. എത്തി നോക്കുന്ന കാര്യങ്ങളോട് ഇങ്ങനെ അതിലേക്കവിടെ എത്തിച്ചേരാൻ പറ്റും, ഹദ്ദിലേക്ക് എത്തിച്ചേരാൻ പറ്റും, ഒരു തുടക്കം. പിന്നെ വൈകുന്തും ബിറോബിമാനസലാണ്, നമ്മുടെ അടിമക്ക് നാം ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇനി വെല്ലുവിളിയാണ്. അള്ളാഹു താലാൻ്റെ വഹദാനിയത്ത് സ്ഥിരപ്പെട്ടു, ഏകനാണെന്ന് സ്ഥിരപ്പെട്ടു, അള്ളാഹ്ക്ക് പങ്കാളികളില്ല എന്ന് സ്ഥിരപ്പെട്ടു. ഇനി നബി തങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് സ്ഥിരപ്പെടുത്തണം. ഇനി അതാണ് അടുത്ത ആയത്തിൽ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.